IPC3A ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. ദ ഓർഗനൈസേഷൻ അഡ്ഹിയേഴ്സ് ടു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അറ്റ് ഓൾ ടൈംസ്. അതൊരു ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിർബന്ധത്താൽ വഴങ്ങി നടപ്പിലാക്കപ്പെട്ടിരിക്കണം. ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു അടിസ്ഥാനപരമായ ശീലങ്ങളിലൊന്നായിട്ട് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എവരി ഡേ എവരി ഏരിയ ഓഫ് ദ ക്ലിനിക്കൽ പ്രാക്ടീസസിൽ അതൊരു പ്രിക്കോഷണറി മെക്കാനിസം എടുക്കുന്നതിന് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ്? നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് കൃത്യമായിട്ടും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഉണ്ട്. ഹാൻഡ് ഹൈജീൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, PPE കിറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക, ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി അത് റിമൂവ് ചെയ്യുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ നമ്മളുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ മാത്രമല്ല, അവിടെ പേഷ്യൻറ്റുമായിട്ടുള്ള സമ്പർക്കത്തിൽ നമ്മൾ വരുമ്പോൾ അത് അടുത്തൊരു പേഷ്യൻറ്റുമായിട്ടുള്ള സമ്പർക്കത്തിന് അത് തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ്റെ കാര്യത്തിലും റെസ്പിറേറ്ററി ആയിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ ഏതൊരു എക്യുപ്മെൻറ്റ്സ് ഡിസിൻഫെക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രിക്കോഷൻസ് എടുത്തോ ഉപയോഗിക്കേണ്ട എല്ലാ ഡിവൈസുകളും അത്തരത്തിൽ ഡിസിൻഫെക്റ്റഡ് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് ക്ലീനിങ് ഓഫ് എനി എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ ഡിസിൻഫെക്റ്റൻ ആയിട്ടുള്ള നമ്മൾ ചിലപ്പോൾ അത് കൃത്യമായി എക്യുപ്മെൻറ്റ്സിൽ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതായിരിക്കും, അല്ലെങ്കിൽ സർഫസ് ക്ലീൻ ചെയ്യേണ്ടതായിരിക്കും, അല്ലെങ്കിൽ അത് ഹ്യൂമൻ ടച്ച് വരുന്ന സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യേണ്ടതായിരിക്കും. നമുക്ക് വളരെ ഷാർപ്പ് നീഡിൽ കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസിനുള്ള പ്രിവെൻഷൻസ് കൃത്യമായിട്ടുണ്ടാകണം. അതുപോലെ പേഷ്യൻറ്റിന് ഒരു പ്രൊസീജിയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ ബോഡി പാർട്ട് നമ്മൾ കൃത്യമായിട്ടും കണ്ടീഷൻ ചെയ്യുന്നതിന് കൃത്യമായി ഒരു ഡിസിൻഫെക്റ്റഡ് സ്റ്റെറിലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് വേണം പ്രിപ്പറേഷൻ ഓഫ് ദ ബോഡി പാർട്ട് ഫോർ ദ പ്രൊസീജിയർ നടത്തുന്നതിന്. ഇത്തരത്തിൽ നമ്മൾ ഓർഗനൈസേഷൻ നിർബന്ധപൂർവമായും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാ സമയത്തും ഉപയോഗിക്കണം എന്നതാണ് IPC3A എന്ന് പറഞ്ഞ കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. ദ ഓർഗനൈസേഷൻ അഡ്ഹിയേഴ്സ് ടു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അറ്റ് ഓൾ ടൈംസ്.